ശ്രീകാന്ത് കൂടി കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ശ്രീകാന്ത്, ഈ കുറ്റപത്രത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? പ്രവിത, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്. അതായത് കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്തിമ കുറ്റപത്രം നിർമ്മൽ കുമാർ മോഷ കലൂർ PMLA കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. അന്തിമ കുറ്റപത്രത്തിൽ പുതിയതായി 27 പ്രതികളെ കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആകെ പ്രതികളുടെ എണ്ണം അപ്പോൾ 83 ആകും. തട്ടിപ്പ് നടത്തിയത് വഴി പ്രതികൾ സമ്പാദിച്ചത് 180 കോടി രൂപയാണെന്ന് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു. പ്രതികളുടെ സ്വത്തുക്കളിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകിട്ടിയത് 128 കോടി രൂപയാണ് എന്നുള്ള കാര്യവും നിലവിലിപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അന്തിമ കുറ്റപത്രത്തിൽ CPIM നേതാക്കൾ ഉൾപ്പെടെ 8 രാഷ്ട്രീയ പ്രവർത്തകർ പ്രതികളാണ് എന്നുള്ള കാര്യവും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നുണ്ട്. അവരുടെ പേരുകൾ നമുക്കൊന്ന് ചൂണ്ടിക്കാണിക്കാം. മധു അമ്പലപ്പുറം വടക്കാഞ്ചേരിയിലെ കൗൺസിലറാണ്. AC മൊയ്തീൻ മുൻ മന്ത്രിയാണ്. അതോടൊപ്പം തന്നെ CPIM-ന്റെ നേതാവ് കൂടിയാണ്. മറ്റൊന്ന് CPIM തന്നെ ഈ കേസിൽ 68ാം പ്രതിയായി വരുന്നു എന്നുള്ളതാണ്. അതായത് പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ ഈ കേസിൽ പ്രതിസ്ഥാനത്ത് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 68ാം പ്രതിയായാണ് CPIM വരുന്നത്. മറ്റൊന്ന് മുൻ ജില്ലാ സെക്രട്ടറി, CPIM-ന്റെ മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ് 69ാം പ്രതിയായി വരുന്നു. ഒപ്പം തന്നെ K രാധാകൃഷ്ണൻ ഇപ്പോഴത്തെ MP ആണ്. അദ്ദേഹം 70ാം പ്രതിയായാണ് ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുന്നത്. AR പീതാംബരൻ പുറത്തുശ്ശേരി നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. അദ്ദേഹം 71ാം പ്രതിയായി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ MP രാജു പുറത്തുശ്ശേരി സൗത്ത് LC സെക്രട്ടറിയാണ്. 72ാം പ്രതിയായി വരുന്നുണ്ട്. KC പ്രേമരാജൻ ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ്. 73ാം പ്രതിയായി ഈ വ്യക്തിയും വരുന്നുണ്ട്. അതാണ് ഈ പ്രധാനപ്പെട്ട നേതാക്കളുടെ പേര് പറയാനുള്ളത്. അങ്ങനെ മറ്റ് നിരവധി ആളുകളുടെ പേരുകൾ ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ പേര് വിവരങ്ങൾ നമ്മളിപ്പോൾ, ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ പേര് വിവരങ്ങൾ നമ്മളിപ്പോൾ നൽകിയിട്ടുണ്ട്. അതാണ് ഈ K രാധാകൃഷ്ണൻ MP അടക്കമുള്ളവർ ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ എടുത്തു പറയേണ്ട ഒരു വാർത്തയെന്ന് പറയുന്നത് CPIM, അതായത് ഒരു പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടി ഈ കേസിൽ കുറ്റപത്രത്തിൽ പ്രതിപട്ടികയിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഒരു പാർട്ടി തന്നെ കുറ്റപത്രത്തിൽ പ്രതിയാക്കപ്പെട്ടു എന്നുള്ള ഒരു കാര്യമാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. കരുവന്നൂർ കോപ്പറേറ്റീവ് സൊസൈറ്റി വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കുറ്റപത്രത്തിൽ പുതിയതായി 27 പ്രതികളെ കൂടി ചേർത്തിട്ടുണ്ട്. ആകെ 83 പ്രതികളാണ്. അതിൽ ഒരു പ്രതിയായി പാർട്ടിയെ തന്നെയാണ് ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.